വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പ്രഗ്നൻസി നോക്കുന്നവർ മസ്റ്റായിട്ട് ഈ 10 കാര്യങ്ങളും ഫോളോ ചെയ്തിരിക്കണം. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാകും. നാച്ചുറലി പ്രഗ്നൻസി നോക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. വെറുതെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് പോവുകയല്ല, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് ആണ്. ഈ ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഓവുലേഷൻ ഡേറ്റ് എപ്പോഴാണോ വരുന്നത് അതിനേക്കാളും ഒരു 4 ദിവസം മുൻപ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ദെൻ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം, ഇതൊക്കെയാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. നോർമലി നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. എന്നാൽ ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡേറ്റ് നോക്കാതെ നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു 10ാമത്തെ ദിവസം മുതൽ, പീരീഡ്സിൻ്റെ ആ സ്റ്റാർട്ടിങ് ഡേ മുതൽ 10th ഡേ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോഴാണ് അടുത്ത പീരീഡ്സ് നിങ്ങൾ ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ 10 ദിവസം മുൻപ് വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ഓൾട്ടർനേറ്റീവിൽ നിങ്ങൾ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജെനിറ്റൽ പാർട്സ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുക. ഒരുപാട് പേരുണ്ട് കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുന്നവർ. ഒരിക്കലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡാണ്, നിങ്ങളുടെ വൈഫാണ്, പക്ഷേ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. ചിലവർ ഇന്നേഴ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും ടൈറ്റ് ആയിട്ടുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടേക്കുള്ള എയർ പാസേജ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളിപ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ട് അത് തിങ്ങിയിരിക്കുന്ന എയർ പാസേജ് ഒന്നും ഇല്ലാതെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ചില ആളുകളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇച്ചിങ് ഉണ്ടാവാനും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പുരുഷനുണ്ടായിക്കഴിഞ്ഞാലും സ്ത്രീക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും അത് ചിലപ്പോൾ പരസ്പരം പാസ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പല ഇൻഫെക്ഷൻസും പാസ് ചെയ്ത് പോകാറില്ല. പക്ഷേ എന്തെങ്കിലും കാര്യം കൊണ്ട് മറ്റുള്ള ഒരു ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നിങ്ങൾ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കും എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തിട്ടേ പ്രഗ്നൻസി നോക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും ഡോക്ടേഴ്സ് ചിലപ്പോൾ പലരോടും കോണ്ടംസ് യൂസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. കാരണം അത് പാസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ജെനിറ്റൽ പാർട്സ് ക്ലീൻ ചെയ്തിട്ട് വേണം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങാൻ കേട്ടോ. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരുപാട് സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല. ഒരുപാട് സോപ്പ് ഉപയോഗിക്കാതെ മൈൽഡായിട്ട് വാട്ടർ വെച്ചിട്ട് മാത്രം നിങ്ങൾ കഴുകിയിട്ട് വരിക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ട് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ലൂബ്രിക്കേഷൻ ഒന്ന് നഷ്ടമായി പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് അത് അസ്വസ്ഥതകളും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആദ്യം ക്ലീൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പൊസിഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരുപാട് പേരുണ്ട്, നമ്മളിപ്പോൾ വീഡിയോസിൽ കാണുന്നതാണെങ്കിലും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള പൊസിഷൻസ് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ട്. നിങ്ങളൊരു പൊസിഷനിൽ കംഫർട്ടബിൾ ആണോ എങ്കിൽ ആ പൊസിഷൻ നിങ്ങൾ മുൻപോട്ടേക്ക് കൊണ്ടുപോവുക. പല ആളുകളും മിഷണറി പൊസിഷൻ ചൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ആ പൊസിഷൻ എടുക്കുക. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫും ഏത് പൊസിഷനിലാണോ കംഫർട്ടബിൾ ആ പൊസിഷൻ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഓവുലേഷൻ എക്സാക്ട് വരുന്ന ദിവസം മിഷണറി പൊസിഷൻ എടുക്കുന്നത് കുറേ കൂടി പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കാം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നത് മോർണിംഗിലെ ടൈമിലാണെങ്കിൽ കുറേ കൂടി അത് എഫക്റ്റീവ് ആയിരിക്കും. കാരണം മോർണിംഗ് ടൈമിൽ സെമൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നോർമലി മറ്റുള്ള സമയത്തെ അപേക്ഷിച്ച് കുറേ കൂടി ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ മോട്ടിലിറ്റി കൂടുതലുള്ള സെമനും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മോർണിംഗ് ടൈമിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെയ്യാൻ വേണ്ടി മാത്രം ഉറക്കം അളച്ച് താല്പര്യം ഇല്ലാണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈവനിങ് ടൈമിലോട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും അത്രയും രാവിലെ മുതലുള്ള ഒരു ബിസി ഷെഡ്യൂളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവുക. ഒരുപാട് ടെൻഷൻ ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും അത് സെമനെയും കൂടി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ സമയങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർപ്ലേ ആണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർപ്ലേ എന്ന് പറയുന്നത്. ഫോർപ്ലേ ചെയ്യാതെ പ്രഗ്നൻസി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി കിട്ടും. ഒരു റേപ്പ് വിക്ടിം പ്രഗ്നൻ്റ് ആകുന്നത് ഫോർപ്ലേ കിട്ടുന്നത് കൊണ്ടല്ല.
ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് പേര് കമൻസിൽ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഫോർ പ്ലേ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻ്റ് ആകൂ എന്നുള്ളത്. അതൊരിക്കലും അങ്ങനെയല്ല. പക്ഷേ ഫോർ പ്ലേ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സെർവിക്സ് കുറേയും കൂടി ഡൈല്യൂട്ട് ആവുന്നു, അവിടെയുള്ള മസിൽസൊക്കെ കുറേയും കൂടി വികസിച്ച് വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും സ്പേമിൻ്റെ യാത്ര കുറേയും കൂടി സ്മൂത്തായിട്ട് ശരീരത്തിനകത്തേക്ക് കയറുന്നു. ഫോർ പ്ലേ ചെയ്യുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസിൻ്റെ, അതായത് ആ വജൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറേയും കൂടി ശരീരത്തിൽ നടക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഒരു പവറോട് കൂടിയിട്ട് സെവന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ പ്ലേ നിങ്ങൾ ചെയ്ത് തുടങ്ങുക. സ്ത്രീകൾക്ക് ശരീരത്തിൽ സ്റ്റിമുലേറ്റ് ആവുന്ന ശരീരഭാഗങ്ങൾ സ്റ്റിമുലേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോർ പ്ലേ കുറേ കൂടി ആക്റ്റീവായിട്ട് ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഇജാക്കുലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ പുറത്തേക്ക് വലിച്ചെടുക്കാതെ ഒരു 2 മിനിറ്റെങ്കിലും ആ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് ലാസ്റ്റത്തെ ആ ഒരു സെമൻ്റെ ഡ്രോപ്പ് വരെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. ഒരുപാട് പേര് ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇജാക്കുലേഷൻ കഴിഞ്ഞ് അപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. സ്ത്രീ അങ്ങനെ തന്നെ ബെഡിൽ കിടക്കുന്നുണ്ടാവും, പക്ഷേ ഹസ്ബൻഡ് ഉടനെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരു 2 മിനിറ്റെങ്കിലും, മാക്സിമം ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ ഏത് പൊസിഷനിലാണ് കോണ്ടാക്ട് ചെയ്തത് ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അതേ സെയിം പൊസിഷൻ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട, 2 മിനിറ്റ് മതി കേട്ടോ. ആറാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും അതുപോലെ തന്നെ ബ്രെഡിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ചില സ്ത്രീകളിൽ നമ്മുടെ ആ ഒരു ഇജാക്കുലേഷൻ സംഭവിച്ച് പുറത്തേക്ക് വരുന്നതിന് കാരണമാണ്. ക്വാളിറ്റി ഉള്ള ആക്റ്റീവ് ആയിട്ടുള്ള സെമൻ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകും, എന്നാലും കൂടി ലാസ്റ്റത്തെ ആ ഒരു സെമൻ ഡ്രോപ്പിന് വരെ പ്രിസർവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ആ ഒരു ബെഡിൽ കിടക്കുന്നത് നല്ലതായിരിക്കും. ചില ആളുകൾ ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കിടക്കുന്നത് ലെഗ് അപ്പ് ദ വോൾ പൊസിഷനിലായിരിക്കും. നമ്മൾ ബെഡിൻ്റെ ആ ഒരു വോളിനോട് ചേർന്നിട്ട് കാലുയർത്തി മതലിൽ വെച്ചിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കിടക്കുന്നത് നിങ്ങളുടെ ആ ഒരു സെമൻ കൃത്യമായിട്ട് അകത്തേക്ക് കയറുന്നതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ നിവർന്ന് കിടക്കുകയോ കാല് രണ്ടും ചേർത്ത് വെച്ചിട്ട് വലതുവശത്തോട്ടോ ഇടതുവശത്തോട്ടോ ചരിഞ്ഞ് കിടക്കുന്നതോ നല്ലതായിരിക്കും കേട്ടോ. 15 മിനിറ്റ്സ് എങ്കിലും കിടക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോണ്ടാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെനിറ്റൽസ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ എക്സ്ട്രാ ഒരുപാട് സോപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കരുത്. ഒരുപാട് സോപ്പും അതുപോലെ ഒരുപാട് വാട്ടറും നിങ്ങളുടെ ആ ഒരു ജെനിറ്റൽ പാർട്സിലൂടെ കടന്നു പോകുന്നത് സെമൻ നശിച്ചു പോകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചില ആളുകൾ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരുപാട് ആ കോണ്ടാക്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ലൂബ്രിക്കേഷനൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ സോപ്പിട്ട് പതത്തിയിട്ട് ക്ലീൻ ചെയ്യും. ചിലർ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് നല്ലതുപോലെ പതപ്പിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചിലവരുണ്ട് ഹാൻഡ് ഷവർ എടുത്തിട്ട് നല്ലതുപോലെ പ്രഷറിൽ അടിച്ച് ക്ലീൻ ചെയ്ത് കഴുകുന്നവരുണ്ട്. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പുറമേയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നല്ലതുപോലെ വാട്ടർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഒരുപാട് സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക. ഒരുപാട് പേര് ഇപ്പോൾ പാഡ് മാറ്റിയിട്ട് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ ആ സെർവിക്സിൻ്റെ നേരെ അടുത്തായിട്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് വരുമ്പോഴേക്കും സെമൻ താഴേക്ക് ഇറങ്ങുന്ന സെമന് കുറേയും കൂടി നല്ലതുപോലെ ട്രാവൽ ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ളൊരു കപ്പാസിറ്റി അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു. നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ലിക്വിഡും അതുപോലെ പുരുഷൻ്റെ സെമനും കൂടി ജോയിൻ ആയിട്ട് പുറത്തേക്ക് പോരാറുണ്ട്. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴായിരിക്കും ഇത് പുറത്തേക്ക് പോരുന്നത്. എന്നാൽ ലാസ്റ്റത്തെ ആ ഒരു സെമൻ ഡ്രോപ്പ് വരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടി അതിന് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മൂവ് ചെയ്ത് ഉള്ളിലോട്ട് പോകാനായിട്ടുള്ളൊരു ചാൻസസ് അവിടെ വർദ്ധിപ്പിക്കുന്നു. ഈ മെൻസ്ട്രൽ കപ്പ് വെച്ച് കൊടുക്കുന്നത് സെർവിക്സിന് അടുത്തായിട്ട് ഈ കപ്പ് വെച്ച് കൊടുക്കുന്നത് പ്രഗ്നൻസി ആകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് പല സ്റ്റഡീസും ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റിപ്പോർട്ടിനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ദീജോസ് വേൾഡ് മെൻസ്ട്രൽ കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 2 hours വരെ മാക്സിമം നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. രാത്രിയാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ കപ്പ് വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല മോർണിംഗിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രോസസ്സ് കഴിഞ്ഞത് ഒരു 2 hours കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 hours എങ്കിലും നിങ്ങൾ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യുക. അന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും ക്വാളിറ്റി ടൈം പരസ്പരം സ്പെൻഡ് ചെയ്യുക. കാരണം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കുറേയും കൂടി ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സെമൻ്റെ റൂട്ട് കുറേയും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒരുപാട് ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നോർമലി നല്ലതുപോലെ ഹാപ്പിനെസ്സിൽ നടക്കുമ്പോഴേക്കും ഒരുപാട്
ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ല സ്മൂത്തായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ അവിടെ നടന്നു പോകുന്നു. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആകുന്ന ഒരു പ്രോസസ്സാണ്. ഓൾറെഡി നിങ്ങളുടെ ശരീരത്തിൽ അണ്ടമുണ്ടെങ്കിൽ ഈ ഒരു സെമൻ വരുമ്പോഴേക്കും എളുപ്പത്തിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടം അവിടെ ഉള്ളതനുസരിച്ചിട്ട് മാക്സിമം 1 മണിക്കൂറിനകം തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഇതിന്റെ ചാൻസസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ 9 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ഫെർട്ടൈൽ ഡേയ്സിലും ചെയ്യണം എന്നുള്ളതാണ്. പല ആളുകളും ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് കൃത്യം ഓവുലേഷൻ ഡേറ്റ് വരട്ടെ എന്നിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പലർക്കും ഉണ്ടാകുന്ന വർക്ക് പ്രഷർ കൊണ്ടും ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആകാത്തത് കൊണ്ടാണ് പലരും ഈ ഒരു സിറ്റുവേഷനിലോട്ട് എത്തപ്പെടുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം സ്ത്രീ ശരീരത്തിനകത്ത് 5 ദിവസം വരെയെങ്കിലും മാക്സിമം നിലനിൽക്കും. അപ്പോൾ നിങ്ങൾ ആ ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഒരുപാട് സെമനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസേഷൻ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്നതിന് ഒരു 4 ദിവസം മുൻപ് മുതൽ നമുക്ക് തുടങ്ങുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ഓവുലേഷൻ ഡേറ്റിൽ തന്നെ കോൺടാക്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്യാമെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ഏകദേശം അണ്ടം വളർന്നു തുടങ്ങിയെന്ന് മനസ്സിലാവുമല്ലോ. ആ ദിവസം മുതൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് തുടങ്ങുന്നത് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് കാര്യമുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസിനെ പറ്റി സംസാരിക്കുമ്പോഴേക്കും നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടി വരുന്ന ഒരുപാട് ഞരമ്പന്മാരുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിക്കുക. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നെഗറ്റീവ് ആണെന്ന്. ദെൻ ആ കമൻറ്റ് എടുത്തിട്ട് നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് ചാനൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെയുള്ള കമൻസ് ഫിസിക്കൽ കോൺടാക്ട്, സെക്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവർക്കും അതുപോലെ അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുന്നവർക്കുമാണ് ഇങ്ങനെയുള്ള ഒരു റിപ്ലൈ കമൻസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.